കോഴിക്കോട് വിലങ്ങാട് വനഭൂമിയിലെ തീപിടുത്തം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും തീ പടർന്നു. തെക്കേ വായാട് റവന്യൂ ഫോറസ്റ്റിൽ ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവിടെ ജനവാസ മേഖലയിലേക്ക് തീ പടരുന്നത് ആശങ്കയുണ്ടാക്കുന്നു എന്ന്. ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, നേരിയ ആശങ്ക ഈ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീ ഇപ്പോഴും ആളിക്കത്തുകയാണ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ പടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് കാരണം പ്രദേശത്ത് ശക്തമായ കാറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആദ്യം വനഭൂമിയിലായിരുന്നു ഈ തീ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. 4 ഏക്കറോളം ഭൂമിയിലേക്ക് തീ പടർന്നിട്ടുണ്ട് എന്നതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോഴത് റബ്ബർ തോട്ടം ഉൾപ്പെടെയുള്ള കൃഷിഭൂമിയിലേക്ക് പടരുന്നു എന്നാണ് നാട്ടുകാരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇതൊരു വനം പ്രദേശമായതിനാൽ ഫയർഫോഴ്സിന്റെ വാഹനം അവിടെ എത്തി തീ അണയ്ക്കുന്നത് സാധ്യമല്ല. അതുകൊണ്ട് മറ്റ് സംവിധാനങ്ങളിലൂടെ, അതായത് തീ അടിച്ചു കടത്തുന്ന മറ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി വൈകിയും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ശക്തമായ കാറ്റാണ് ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു തെക്കേ വായാട് റവന്യൂ വനഭൂമിയിൽ തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം കരികിലകൾക്കാണ് തീ പിടിച്ചത്. പക്ഷേ ശക്തമായ കാറ്റുണ്ടായിരുന്നതിനാൽ മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിക്കുകയായിരുന്നു. എന്താണെങ്കിലും അല്പസമയത്തിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ശക്തമായ കാറ്റ് തുടരുകയാണെങ്കിൽ ആ കാര്യങ്ങൾക്കെല്ലാം വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രദേശത്തെ, അതായത് ഈ മലയുടെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമാണ് ജനവാസ കേന്ദ്രങ്ങളുള്ളത്. അതൊരുപക്ഷെ കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ഉൾപ്പെടെ തീ എത്താനുള്ള സാധ്യതയുണ്ട്. അതില്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ഇന്ന് വൈകുന്നേരം 5 മണിയോടെ തീപിടുത്തമുണ്ടായി. അത് കുറെ കൂടി ആളിപ്പടരുന്നു. രാഹുൽ സൂചിപ്പിച്ചതുപോലെ ശക്തമായ കാറ്റ് ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് കുറച്ച് ആശങ്കയുണ്ട്. ജനവാസ മേഖലയിലേക്കൊക്കെ തീ പടരുമോ എന്ന ആശങ്കയുണ്ട്. നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് ഫലം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.